ഈ ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് സ്റ്റാർ ജാമില്. നമസ്കാരം, എന്റെ കൂടെ ഉണ്ട്. ഹായ്, ഞാൻ ഡയറക്ടർ ജിത്തു ജോസഫ്, ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിൽ. ഹേയ് സർ, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ആൻഡ് സൂപ്പർ എഫേർട്ട്, സൂപ്പർ ജോബ്. ഒരാൾ പോലും മോശം പറയാത്ത ഒരു ചിത്രം ഉണ്ടാക്കുക. ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു യു ഫീൽ നൗ? ഐ ഫീൽ ഹാപ്പി ആൻഡ് ഐ ഫീൽ പ്രൗഡ്. അത്രയൊക്കെ ഉള്ളൂ. കാരണം ഞാൻ ഒരിക്കലും ഒരു പരിധിക്കപ്പുറത്തേക്ക് എന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ടുപോകാറില്ല. ചിലപ്പോൾ ഒരു ഫ്ലോപ്പ് വരുമ്പോൾ ഒത്തിരി ഡിപ്രഷനിലേക്ക് ഞാൻ പോകാറില്ല. അതുകൊണ്ട് ഐ ഓൾവേസ് ഇൻ ഒരു മോഡറേറ്റ് പൊസിഷനിലേ ഞാൻ പോകാറുള്ളൂ. ബട്ട് മലയാളത്തില് പിന്നെ ഡയറക്ടർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു വീണ്ടും. ജിത്തു ജോസഫ് എന്നുള്ള പേര് ഒരുപാട് മുകളിൽ ടാഗ് ചെയ്യപ്പെടുന്നു. ഇതിനെ എന്ത് പറയും? അത്ഭുതമായി പറയോ, അധ്വാനമായി പറയോ? അത്ഭുതവും അധ്വാനവും എല്ലാം ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഇപ്പൊ എനിക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ ലെവൽ കയറി പോകുന്നതിന്റെ ഒരു പേടിയിലും ടെൻഷനിലൂടെയാണ് ഞാൻ. ഓഫ് കോഴ്സ് എനിക്കത് കോൺഫിഡന്റോടെ പറയാൻ ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. ഞാൻ ഈ സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയായിരുന്നു: ദേ മേ ജസ്റ്റ് ഗിവ് മി ആൻ ഓപ്പർച്യൂണിറ്റി. എനിക്കൊരു അവസരം തന്നാൽ മതി, ഞാൻ അധ്വാനിച്ചോളാം. അതുകൊണ്ട് ഞാൻ ശരിക്കും അധ്വാനിക്കുന്ന ഒരാളെ ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ദൈവാനുഗ്രഹം, അത്രേ ഉള്ളൂ. എന്താ ഇത്ര വൈകി ഈ സിനിമ സംഭവിക്കാൻ? എന്താ ഇത്ര വൈകി? അല്ല, വൈകിച്ചാൽ ആക്ച്വലി കഥ എന്റെ മനസ്സിൽ വർഷങ്ങളായിട്ട് കിടന്നതാണ്. ഞാൻ ആക്ച്വലി ഇത് വേറൊരാൾക്ക് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു. 3 കൊല്ലം മുമ്പ് സ്ക്രിപ്റ്റ് എഴുതിയതാണ്. പക്ഷെ കുറെ നാളുകളായിട്ട് പുള്ളിക്ക് ഒരു പ്രൊജക്റ്റ് ആക്കാൻ സാധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ പുള്ളിക്ക് ആ സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസ് പോലെയൊക്കെ തോന്നി. അങ്ങനെ വന്ന് ഞങ്ങൾ തമ്മിൽ സംസാരത്തിൽ പുള്ളിക്ക് ഇതിനകത്ത് എനിക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത കുറച്ച് ചേഞ്ചസ് വരുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്തൊരു ഇതങ്ങ് ഡ്രോപ്പ് ചെയ്യാം, ഞാൻ എൻ്റെ കഥയായിട്ട് അത് ചെയ്തോളാം. പിന്നെ പുള്ളിയുടെ ക്യാരക്ടർ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതെൻ്റെ കഥയാക്കി മാറ്റി ചെയ്തു. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിലും താമസിച്ചേനെ. ദൈവമേ, ഗിവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി, ഐ വിൽ വർക്ക് ഹാർഡ് എന്ന് പറയുന്ന ഡയറക്ടർ എൻ്റെ കൂടെ ഉണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഷോ. ഇത് ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാം 10 കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. You're listening to Star Jam on Club FM 94.3. ഡയറക്ടർ ജിത്തു ജോസഫിന്റെ കൂടെയാണ് ഇന്ന് ഞാൻ സ്റ്റാർ ജാം ആഘോഷിക്കാൻ പോണേ. Star Jam with RJ Sean. If you want to be a successful director, go against the rules of the industry. ഈ ഒരു വാചകം ജിത്തു ജോസഫിന്റെ ലൈഫിനെ മാറ്റിമറിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് ഞാനൊക്കെ സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എലിസബത്തിന്റെ ഡയറക്ടർ ശേഖർ കപൂറിനെ മഹേഷ് ഭട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന അത് ഞാൻ ടി വിയിൽ കണ്ടു. ഈ ഇന്റർവ്യൂവിനകത്ത് അവസാനം ശേഖർ കപൂറിനോട് മഹേഷ് ഭട്ട് ചോദിച്ചു, പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് ബഡ്ഡിംഗ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും മെസ്സേജസ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പം ശേഖർ കപൂർ പറഞ്ഞ സെന്റൻസ് ആണിത്: ഇഫ് യു വാണ്ട് ടു ബി എ സക്സസ്ഫുൾ ഡയറക്ടർ, ഗോ അഗൈൻസ്റ്റ് ദ റൂൾസ് ഓഫ് ദി ഇൻഡസ്ട്രി. അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു. ആക്ച്വലി എൻ്റെ സിനിമയിൽ ഞാൻ പലതും വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ ജയരാജ് സാറിൻ്റെ കൂടെ. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല ടെക്നീഷ്യൻസിനും ഞാൻ ചെയ്യുന്ന പല കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ പറയുന്നത് അത് ശരിയല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. കാരണം സിനിമയിൽ അങ്ങനെ വ്യക്തമായ റൂളോ നിയമമൊന്നുമില്ല. ഗോ അഗൈൻസ്റ്റ് ദ റൂൾസ് ഓഫ് ദി ഇൻഡസ്ട്രി. എന്തൊക്കെ അഗൈൻസ്റ്റ് ദ ഫ്ലോ ചെയ്തിട്ടുണ്ട്? അല്ല, എന്താ ഇൻഡസ്ട്രിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഫിലിം ഡിറ്റക്റ്റീവ് ഞാൻ ചെയ്യുമ്പോൾ സുരേഷ് ഗോപി അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ 3 ഫൈറ്റ്, ഇടിപ്പൻ ഡയലോഗ്, തെറിവിളി ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റിന് ഞാൻ നേരെ അതൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമ പ്രസന്റ് ചെയ്ത്. അത് കഴിഞ്ഞ് 3 വർഷം മമ്മി ആൻഡ് മീക്ക് വേണ്ടി നടന്നപ്പം അന്ന് എല്ലാവരും പറഞ്ഞു വലിയ സ്റ്റാർ ഇല്ലെങ്കിൽ തിയേറ്ററിൽ ആൾ കയറില്ല എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ആഞ്ഞിറങ്ങി വർക്ക് ചെയ്തു. തിയേറ്ററിൽ ആൾ വന്നു. മെമ്മറീസ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഓടില്ല. ഇങ്ങനത്തെ സിനിമയുടെ കാലം കഴിഞ്ഞു. ഇതിനകത്ത് ഹ്യൂമർ ഇല്ല. ത്രില്ലർ മേക്ക് ചെയ്യേണ്ട രീതിയിൽ സാധാരണ ഇവിടുത്തെ ഭയങ്കര ഫൈറ്റും ഇതുമൊക്കെ വെച്ച് ഞാൻ അങ്ങനെയല്ല മെമ്മറീസ് പ്രസന്റ് ചെയ്തത്. ഇപ്പൊ ദൃശ്യം വന്നു. എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഫസ്റ്റ് ഹാഫ് പോയി ഇച്ചിരി ഡ്രാഗ് ചെയ്തു. അത് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്. യൂഷ്വൽ രീതികളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു വ്യത്യസ്തമായ അനുഭവം കിട്ടും. എന്താണ് ഫ്ലോ ഓഫ് ദി ഇൻഡസ്ട്രി? എന്താണ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് ദി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? അതാണ് കുറെ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. കോമഡി വേണം, അങ്ങനെയാണ് മെമ്മറീസ് ഓടുവോ? കോമഡി വേണം എന്ന് ഇതില്ല. അതുപോലെ തന്നെ ആക്ഷൻ സിനിമ, എല്ലാ സിനിമ ഒരു ത്രില്ലർ അല്ല ഒരു പോലീസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫൈറ്റ് വേണം. അതുപോലെ ഹീറോയെ തല്ലാൻ പാടില്ല. ഹീറോ തല്ലിയെ തിരിച്ചു തല്ലിയിരിക്കണം. ഈ വെച്ചുകെട്ട നിയമങ്ങൾ ആരാ പറഞ്ഞിരുന്നത് ജിത്തു ജോസഫിന്? എനിക്ക് എൻ്റെ അടുത്ത് ആരും പറഞ്ഞു തരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരോട് ഇത് പ്രോബ്ലം എവിടെയാണെന്നറിയോ? ഞാൻ ഇപ്പോൾ ഒരു പക്ഷേ ഒരു 10 ഫിലിം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് എൻ്റെ സീനിയേഴ്സ് ചെയ്യുന്നത് കണ്ട് ഞാൻ ബ്രെയിൻ വാഷ്ഡ് ആകുമായിരുന്നു. ഒരു ഭാഗ്യമായിരുന്നു ഞാൻ ഒറ്റപ്പടം കൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആ പരിപാടി നിർത്തിയത്. ടു ബി ഫ്രാങ്ക്, ശരി ഏത് തെറ്റെന്ന് എനിക്കറിയാൻ മേല, നിയമം അറിയാൻ മേല. അതുകൊണ്ട് എനിക്ക് തോന്നിയ വഴി പോകുന്നു. ഐ ഡോണ്ട് നോ ദ റൂൾസ്, പക്ഷേ ഐ നോ ഹൗ ടു ബ്രേക്ക് ദ റൂൾസ് എന്ന് പറയുന്ന ഡയറക്ടർ എന്റെ കൂടെ ഉണ്ട്. ജിത്തു ജോസഫ്, ഡയറക്ടർ ഓഫ് ദൃശ്യം ഓൺ സ്റ്റാർ ജാം 10 കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Sean.
ഞാൻ ഡയറക്ടർ ജീതു ജോസഫിന്റെ ഓരോ ചിത്രങ്ങളുടെ പേര് പറയും, എന്നിട്ട് ചോദ്യം ചോദിക്കാം. ഡിറ്റക്റ്റീവ് ഈ സിനിമ ഇറങ്ങിയപ്പോൾ പബ്ലിക്കിനെ കുറിച്ച് എന്ത് പഠിച്ചു? പബ്ലിക് വളരെ ബ്രില്യൻ്റ് ആണെന്ന് പഠിച്ചു. മീൻസ് നല്ലൊരു സിനിമ കൊടുത്താൽ അവരതിനെ അക്സെപ്റ്റ് ചെയ്യും. വെദർ ഇറ്റ് ഈസ് ആർട്ടിസ്റ്റോ ഇതൊന്നും എന്താ പറയുക, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരുടെ ഇന്റലിജൻസിന് മുകളിൽ കയറി നമ്മൾ ഒരു സാധനം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരതിനെ അക്സെപ്റ്റ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മമ്മി ആൻഡ് മീ ഇറങ്ങിയപ്പോൾ പബ്ലിക്കിന്റെ എന്ത് ഇൻസൈറ്റ് മനസ്സിലാക്കി? നല്ല സിനിമ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്താൽ തിയേറ്ററിൽ ആൾ വരുമെന്ന് മനസ്സിലാക്കി. മമ്മി ആൻഡ് മീ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യരുത് എന്ന് മനസ്സിലാക്കി. ആർട്ടിസ്റ്റിനെ കണ്ട് സിനിമ സൃഷ്ടിക്കരുതെന്ന് മനസ്സിലാക്കി. ഒരു സ്റ്റാറിനെ മനസ്സിൽ കണ്ടുകൊണ്ട് സിനിമ ഉണ്ടാക്കരുത്. കറക്റ്റ്, വെരി ട്രൂ. മൈ ബോസ്, പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചിരിക്കാനാണെന്ന് പഠിച്ചു. പിന്നീട് എന്തിന് മെമ്മറീസ് ഉണ്ടാക്കി? പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അവരുടെ ഫസ്റ്റ് ചോയ്സ്, അതില്ലേലും അവർ അക്സെപ്റ്റ് ചെയ്യും. മൈ ബോസ് ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായതിനു ശേഷം ജീതു ജോസഫ് എന്നുള്ള ഡയറക്ടറിനെ കുറിച്ചിട്ട് ജീതു ജോസഫിന്റെ മതിപ്പ് എന്തായിരുന്നു? സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. കാരണം അല്ലെങ്കിൽ ഇനി ഇങ്ങനത്തെ വലിയ വലിയ പടങ്ങൾ മാത്രമല്ല, കൊച്ചു കൊച്ചു പടങ്ങൾ ചെയ്യണം. അതാണ് എന്റെ സേഫ്റ്റി എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി. മെമ്മറീസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു ജീതു ജോസഫിന്റെ മനസ്സിലെ പേടി? ഒരു പേടിയില്ലായിരുന്നു. അതൊരു നല്ല സിനിമയാവുന്ന 100% കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മെമ്മറീസ് ചെയ്തപ്പോൾ ജീതു ജോസഫ് ഇപ്പൊ കൺഫ്യസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ജീതു ജോസഫ് ചെയ്ത ഒരു തെറ്റെന്താ? ധാരാളം കുറവുകളുണ്ട് അതിന്റെ മേക്കിങ്ങിൽ. അതിലും നന്നായിട്ട് എനിക്ക് എടുക്കാമായിരുന്നു എന്ന് കണ്ടപ്പോൾ തോന്നി, എക്സ്പെഷ്യലി അതിന്റെ ഗ്രാഫിക്സ് സെക്ഷനിൽ. ദൃശ്യം എന്ന സിനിമ എടുക്കുമ്പോൾ ജീതു ജോസഫ് എന്താണ് മലയാളിയെ കുറിച്ച് വിചാരിച്ചിരുന്നത് ബിഫോർ ദ റിലീസ് ഓഫ് ദ മൂവി? ഡെഫിനറ്റ്ലി ഈ പടം അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. കാരണം ഇതൊരു നല്ല സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ പടം ഡെഫിനറ്റ്ലി ഓഡിയൻസ് എടുക്കും. പക്ഷേ ഈ ലെവലിൽ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു ഓഡിയൻസ് ഫോർമുല എന്താണെന്നാണ് ഇപ്പൊ തോന്നുന്നത് ഡയറക്ടർ ജീതു ജോസഫിന്? ബിക്കോസ് എടുത്ത ഫിലിംസ് എല്ലാം ഹിറ്റ്, ബോക്സ് ഓഫീസ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. നൗ ടെൽ മീ, എന്താണ് ഓഡിയൻസിന്റെ ഫോർമുല? ജസ്റ്റ് എന്റർടൈൻ ദം, ടച്ച് their emotions, that's all, any emotion. എന്റർടൈൻമെന്റ് ആണ് സിനിമയുടെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത്. ഡയറക്ടർ ജീതു ജോസഫ് with us on Star Jam. ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. ദൃശ്യം എന്ന വാക്ക് വെച്ച് ഞാൻ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. ക്വിക്ക് ഫയർ. AK-47 with ജീതു ജോസഫ് on Star Jam. Ready sir? Ready. ജീതു ജോസഫ് എന്ന ഫിലിം ലവർ പറയാം, സിനിമയിൽ എപ്പോഴും കാണാൻ ഇഷ്ടമുള്ള ഒരു ദൃശ്യം? കാർ ചേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർ ചേസ് കാണാൻ. ത്രിൽസ് മീ. മനസ്സിലായോ? ഒരു ചേസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ത്രിൽസ് മീ. ഇറ്റ്സ് നോട്ട് എ നോർമൽ വിഷ്വൽ അല്ലേ, നമ്മൾ ഡെയിലി കാണുന്ന ഒരു വിഷ്വൽ അല്ല. സിനിമയ്ക്കകത്ത് കണ്ട് മടുത്ത ഒരു ദൃശ്യം? അമ്മായിമ്മ പോര്. കേരളത്തിൽ എവിടെ പോയാലും ജീതു ജോസഫ് കാണുന്ന ഒരു ദൃശ്യം? ബിവറേജിലെ ക്യൂ. ക്യാമറ വെച്ചാൽ ഏറ്റവും നല്ല ദൃശ്യം കിട്ടുന്ന ഒരു ലൊക്കേഷൻ? തൊടുപുഴ. തൊടുപുഴ ഒരു വെറ്റ് ഫീലിംഗ് ഉള്ള ഒരു ഏരിയ ആണ്. കേരളത്തിൽ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൃശ്യം? ബന്ദ്, ഹർത്താൽ. കാണാൻ ആഗ്രഹമുള്ള ഒരു ദൃശ്യം കേരളത്തിൽ? ഗട്ടേഴ്സ് ഇല്ലാത്ത റോഡ്. ആം ആദ്മി പാർട്ടി വന്നു, മനസ്സിൽ ഇപ്പോൾ എന്ത് ദൃശ്യമാണുള്ളത്? ഒരു ന്യൂ വേവ് വരുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ്. ദൃശ്യം സിനിമയിലെ നായകൻ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്, അതിൽ നിന്ന് ഒരുപാട് പഠിക്കുന്നുണ്ട്. ജീതു ജോസഫ് എന്ന ഡയറക്ടർ ഒരുപാട് സിനിമകൾ കണ്ട് പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? ഡയറക്ഷൻ. ഒരു സിനിമ എങ്ങനെ എടുക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്ന് എന്നെ പഠിപ്പിച്ചു തന്നത് ഞാൻ കണ്ട സിനിമകൾ തന്നെയാണ്. എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും പറയുന്നു ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണ്, അതിൻ്റെ സീൻ ടു സീൻ കട്ടിങ്, അതിലൊക്കെ അങ്ങനെ കുറേ സീൻ ഓർഡറിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ സീൻ ഓർഡറിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഒരു കഥ നമ്മൾ സിനിമയായിട്ട് കാണുമ്പോൾ എന്തുകൊണ്ട് ഞാനത് വീണ്ടും ആലോചിക്കും, എന്തുകൊണ്ടത് നമ്മളെ ഇങ്ങനെ ത്രില്ലടിപ്പിച്ചു, നമ്മളെ ടെൻഷൻ അടിപ്പിച്ചു. അപ്പോൾ അത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കാണും. ആ കൺസ്ട്രക്ഷൻ ഇങ്ങനെ കണ്ട് നമുക്കൊരു അങ്ങനത്തെ കുറേ നോളജ് എനിക്ക് കിട്ടിയിട്ടുണ്ട് സിനിമ. അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്നും ഇന്നും മലയാള സിനിമയിൽ എപ്പോഴും കാണുന്ന ചില ക്ലീശ ദൃശ്യങ്ങൾ എന്തൊക്കെയാണ്? എക്സ്പെഷ്യലി ഫൈറ്റ്സ്. കൈ മുഖത്തിൻ്റെ ഒരു 5 കിലോമീറ്റർ അകത്തൂടെ പോകുമ്പോൾ ആൾ തെറിച്ചു പോകുന്നൊക്കെയുള്ള ദൃശ്യങ്ങളുണ്ടല്ലോ, അതാണ് ഏറ്റവും എനിക്ക് ക്ലീശയായിട്ട് തോന്നിയിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഇമ്പ്രൂവ് ചെയ്തു, ബട്ട് അത് മാത്രം ഇമ്പ്രൂവ് ആയിട്ടില്ല മലയാളം. അത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യണം. എപ്പോഴും നമുക്കൊരു റിയലിസ്റ്റിക് അപ്രോച്ചാണ് ഫൈറ്റിനൊക്കെ നല്ലത്. കുറച്ചൊരു എക്സാജറേറ്റ് ചെയ്യാം, പൊടിക്ക് ഒരു നോർമൽ ലെവലിൽ നിന്ന് പൊടിക്കൊന്നും എക്സാജറേറ്റ്, പക്ഷെ അപ്പോഴും അതൊരു നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ അത് ഒരു സുഖം തോന്നുന്നില്ല. സോ ക്ലബ് FM Star Jam right now എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഡയറക്ടർ ജീതു ജോസഫ്. ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. വല്ല ജീതു ജോസഫ് എന്നുള്ള ഡയറക്ടറിന് ഞാൻ ചൂസ് 1 റൗണ്ടിലേക്ക് പോവാണ്. ഞാൻ 2 ചോയ്സസ് തരും, ചൂസ് 1. ജീതു ജോസഫ്, ഐ എം എ സ്റ്റോറി ടെല്ലർ, ഐ എം എ സ്റ്റോറി റൈറ്റർ. സ്റ്റോറി ടെല്ലർ, റൈറ്റർ മാത്രമല്ല ഞാൻ ഡയറക്റ്റും കൂടെ ചെയ്യുന്നുണ്ടല്ലോ. ജീതു ജോസഫിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എഴുതുന്നത്, ഒരു സിനിമ എഴുതുന്നത്, ഒരു സിനിമ എടുക്കുന്നത്. സിനിമ എഴുതുന്നത്. സ്ക്രിപ്റ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ബാക്ക് ബോൺ ഓഫ് എ ഫിലിം. സോ അത് ശരിയായില്ലെങ്കിൽ ബാക്കി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വാട്ട് ഈസ് ഇമ്പോർട്ടന്റ്? ഒരു ഡയറക്ടറിന്റെ ഫസ്റ്റ് മൂവി, ഒരു ഡയറക്ടറിന്റെ സെക്കൻഡ് മൂവി. ബിക്കോസ് ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ അയാളുടെ അതുവരെയുള്ള എഫേർട്സും അയാൾ അതുവരെ കണ്ടിട്ടുള്ള എല്ലാം കൂടി അയാൾ ആ ഫസ്റ്റ് മൂവിക്കകത്ത് കൊണ്ടിടും. പക്ഷേ സെക്കൻഡ് മൂവിയിലേക്ക് വരുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടഫ്. ഒരു അമച്വർ ഡയറക്ടർ, ഒരു മെച്വർ
അമച്വർ ഡയറക്ടർ? അമച്വർ ഡയറക്ടറിന്റെ സിനിമ കാണുമ്പോൾ നമ്മളുടെ ഒരു ഇമോഷനിലേക്കും ആ സിനിമ എത്തിക്കാൻ അയാൾക്ക് കഴിയില്ല. ഒരു മച്വർ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ആ സിനിമ ഓഡിയൻസിന്റെ ഇമോഷനിലെ ടച്ച് ചെയ്യും. 10 വരെ പഠിക്കാത്തവർ സത്യത്തിൽ ഇന്റലിജന്റ് അല്ല. ഇന്റലിജൻസും പഠിത്തവും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം ബൈ ബർത്തിലുള്ള ഒരു ഇൻബോൺ ആണത്. പിന്നെ അത് കറക്റ്റായിട്ട് എവിടെ എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ എവിടെ യൂസ് ചെയ്യണം എന്ന് അറിയാൻ മേലാത്തതാണ് പലരെയും പ്രശ്നം. മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തമാശയാണോ ത്രില്ലറാണോ? ഇഷ്ടപ്പെടുന്നത് ചിരിക്കാൻ തന്നെയാണ്. സെക്കൻഡറി ത്രില്ലർ വരുള്ളൂ, ത്രില്ലിംഗ് മൊമെന്റ്സ് ഒക്കെ. പക്ഷേ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ എനിക്ക് ചിരിപ്പിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇറ്റ്സ് എ ടഫ് ജോബ്. വെരി ട്രൂ. ദൃശ്യത്തിന് ശേഷം ജീത്തു ജോസഫ് മലയാളത്തില് ആൾക്കാർ പറയുന്ന പോലെ, പബ്ലിക് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഇൻഡസ്ട്രി തന്നെ പറയുന്ന പോലെ മോസ്റ്റ് പ്രോമിനന്റ് ഡയറക്ടർ ആയി വിശ്വസിക്കുന്നില്ല. വൈ? ഒരു പടം ഹിറ്റായതുകൊണ്ട് ഉടനെ അല്ല ഒന്നോ രണ്ടോ പടം ഹിറ്റായതുകൊണ്ട് ഉടനെ ആൾ പ്രോമിനന്റ് ആകുക, അതല്ല അതിന്റെ റേറ്റിംഗ്. കുറെ പടങ്ങൾ നോക്കിയിട്ട് അയാളുടെ ആ പടങ്ങൾക്കെല്ലാം ആ കണ്ടിന്യൂറ്റി ഉണ്ടോ, ക്വാളിറ്റി ഉണ്ടോ, അത് നോക്കിയിട്ടായിരിക്കണം റേറ്റ് ചെയ്യണം. അല്ല 2-3 സക്സസ് നോക്കിയിട്ടാവും. ഫൈനലി ചോദിക്കുകയാണെങ്കിൽ ദൃശ്യം ഇതൊരു വലിയ പ്രോമിസ് ആണ്, ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ്. ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. കാരണം ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ ലെവലിലേക്ക് എനിക്ക് ഇനി കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. And you are ready to take it. Yeah, I have another choice. And he is Jeethu Joseph with us on Star Jam. Tan Ganagana. Fun. You're listening to Star Jam on Club FM 94.3. 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. 10 കണക്കിന് ഫൺ. വിഷ്വൽസ് ക്യാൻ ബി ഡിസീവിംഗ്. True. Why? നമ്മൾ കാണുന്ന വിഷ്വൽ എല്ലാം ശരിയാവണമെന്നില്ല. അതിന് ചിലപ്പോൾ അതിന്റെ ബിഹൈൻഡിൽ വേറെ പല അർത്ഥങ്ങൾ ഉണ്ടാവാം. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഡിസീവിംഗ്. കാലങ്ങളായിട്ട് മലയാളിയുടെ ഇടയിൽ ഒരു വാചകമുണ്ട്, കണ്ണ് കാണുന്നത് വിശ്വസിക്കുള്ളൂ, ഞാൻ നേരിട്ട് കണ്ടാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. നേരിട്ട് കണ്ടാലും വിശ്വസിക്കരുത് എന്നല്ല ഇപ്പോഴത്തെ സ്ഥിതി അതാണ്. നേരിട്ട് കാണുന്ന പോലും വിശ്വസിക്കാൻ പറ്റില്ല. ക്യാൻ ബി എന്താ പറയുക, ഒരു ക്രിയേറ്റഡ് ആയിക്കൂടെ. ഇൻഡസ്ട്രിക്കകത്ത് വിഷ്വൽസ് ക്യാൻ ബി ഡിസീവിംഗ് ആണോ? ഡെഫിനറ്റ്ലി. കാരണം സിനിമയുടെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ അതല്ലേ, വിഷ്വലി ചീറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. അറിയോ, റിയൽ ലൈഫിൽ ഇൻഡസ്ട്രിക്കകത്ത് ആസ് എ ഡയറക്ടർ റിലേഷൻഷിപ്സിനകത്തും വിഷ്വൽസ് ക്യാൻ ബി ഡിസീവിംഗ് ആണോ? ഡെഫിനറ്റ്ലി. ചിരിക്കുന്നവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് ചിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തോരം. ബിക്കോസ് യു ബീങ് എ സക്സസ്ഫുൾ ഡയറക്ടർ. കാരണം ഞാൻ പറയാം, ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ക്രൈസിസിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനല്ല, പല ഡയറക്ടേഴ്സും ഒരു പടം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്ന സ്റ്റാർസും ടെക്നീഷ്യൻസും അടക്കം എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, കുറെ ആൾക്കാർ വളരെ ചിരിച്ചാ കൂടെ നിൽക്കുന്നത്. പക്ഷേ ഇതിന്റെ പ്രൊമോഷനും മറ്റുള്ള കാര്യങ്ങൾക്കും ഇറങ്ങാൻ പറയുമ്പോൾ ഈ പടം കഴിഞ്ഞാൽ അവർ അടുത്തതിന് പോയി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതിന്റെ കൂടെ നിൽക്കുന്നില്ല. മനസ്സിലായോ? വാചകമുണ്ട്, ചിരിയും വാചകവും ഉണ്ട്. പിന്നെ ഭയങ്കര കടപ്പാടുണ്ട് സാർ എന്നുള്ള ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കടപ്പാട് എന്നോടല്ല വേണ്ട, സിനിമയോടാണ് വേണ്ട. സോ അതൊക്കെ വെറും ഒത്തിരി പൊയ്മുഖങ്ങളുണ്ട്. സോ ഡെഫിനറ്റ്ലി വിഷ്വൽസ് ക്യാൻ ബി ഡിസീവിംഗ്. എങ്ങനെ തിരിച്ചറിയുന്നു ഈ വിഷ്വൽ ഡിസീവിംഗ് ആണോ അല്ലേ എന്നുള്ളത്? ജീത്തു ജോസഫ്, ഇറ്റ്സ് ടഫ്. കാരണം എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. പിന്നെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ തിരിച്ചറിയുന്നു. ക്ലബ് FM സ്റ്റാർ ജാം റൈന എന്റെ കൂടെ ഉണ്ട്. ഞാൻ ഡയറക്ടർ ജീത്തു ജോസഫ്. 10 കണക്കിന് ഫൺ. ഹായ്, ഞാൻ ഡയറക്ടർ ജീത്തു ജോസഫ്, ഷാന്റെ കൂടെ സ്റ്റാർ ജാമിൽ. You're listening to Star Jam on Club FM 94.3. 10 കണക്കിന് ഫൺ. ദൃശ്യം സത്യത്തിൽ സോഫാർ ജീത്തു ജോസഫിന്റെ മാസ്റ്റർ പീസ് ആണ്. ഇറ്റ്സ് എ ഗുഡ് ഫിലിം. ഐ ഡോണ്ട് നോ ഇറ്റ്സ് മൈ മാസ്റ്റർ പീസ്. ഞാൻ പറയില്ല, ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല സിനിമ എന്ന് വേണം പറയാം. പക്ഷേ എനിക്ക് അതിനകത്തും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ളത് മമ്മി അന്മിയോടാണ്. അങ്ങനെ പല ഇതൊക്കെ കിടപ്പുണ്ട്. ന്യൂമറോളജിയിലെ നെയിം സയൻസിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ഫോൾസ്. എം സയൻസിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല. അങ്ങനെയാണ് ഡിക്റ്റേറ്റീവിലൂടെ എം. അതിനുശേഷം 3 M വന്നപ്പോൾ അങ്ങനെ ഒരു അത് പേരിലായിരുന്നു വന്നത്, അത് മാറി ദൃശ്യമായി. ദൃശ്യം വന്നപ്പോൾ ആർട്ടിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. ദൃശ്യം വന്നപ്പോൾ ആർട്ടിസ്റ്റിന്റെ പേരിൽ എം ഉണ്ടെന്ന് പറഞ്ഞു, മോഹൻലാൽ മീന. സോ മനസ്സിലായി, അതൊക്കെ ചുമ്മാ. മമ്മി ആൻഡ് മീ ഷൂട്ട് ചെയ്യുന്നത് രാഹുകാലത്തിലാണ് തുടങ്ങുന്നത്. ഒന്നും സംഭവിച്ചില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീത്തു ജോസഫിന് എളുപ്പമാണ്. നോ, ഒന്നും എളുപ്പമൊന്നുമല്ല. പക്ഷെ ഒരു ചിരിപ്പിക്കുക എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് എളുപ്പമായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ. ഒരു ത്രില്ലർ ഉണ്ടാക്കാൻ എളുപ്പമല്ല, ചിരിപ്പിക്കുന്നതിനേക്കാളും എനിക്ക് എളുപ്പമായിരിക്കും. എന്താണ് ത്രില്ലിംഗ്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. നമ്മുടെ ഒരു ഇമോഷൻ ഉണ്ട്. ഞാൻ പറയാമെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ ചില സീക്വൻസുകൾ ചില ഇത് കാണുമ്പോൾ നമ്മൾ ഫിസിക്കലി തന്നെ നമ്മുടെ രോമാഞ്ചം ഉണ്ടാകുക എന്ന് പറയല്ലേ, അതാണ് ആക്ച്വലി നമ്മൾ പോലും അറിയാതെ നമ്മുടെ പല എന്താ പറയുക ഇന്ദ്രിയങ്ങളും ഉണരുക എന്ന് പറയും. അതാണ് എന്താ പറയുക, അതൊരു ഫിസിക്കൽ റിയാക്ഷൻ ആണ് ആക്ച്വലി. അത് ഐ ആം എ ടഫ് ഫിലിം മേക്കർ. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. ഒരിക്കലും അല്ല. അത് ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നത് അതെന്റെ കോൺഫിഡൻസിലാണെന്നേ ഉള്ളൂ. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ എം ടഫ് ഫിലിം മേക്കർ. Alright, he is not a tough nut to crack. And ഇദ്ദേഹത്തിന്റെ പേര് ജീത്തു ജോസഫ് എന്നാണ്. On Club FM Star Jam 10 കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. Star Jam with
RJ Sean. ദൃശ്യം ഡയറക്ടർ ജീതു ജോസഫ് എന്റെ കൂടെ ഉണ്ട് ഓൺ സ്റ്റാർ ജാം. മോഹൻലാൽ ഈ പേര് കേൾക്കുമ്പോൾ ഇപ്പൊ എന്ത് കഥ പറഞ്ഞുതരും ഞങ്ങൾക്ക്? കഥകൾ ഒന്നും പറയാൻ മാത്രം ലാലേട്ടനുമായിട്ടുള്ള ഇതിനകത്തില്ല. പക്ഷേ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര എന്താ പറയാ, ഞങ്ങൾ ആ ഫസ്റ്റ് ഡേ പുള്ളി വന്ന് ജോയിൻ ചെയ്ത ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ക്യാരവനിൽ പോലും കയറാതെ ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ നിന്ന്, കാരണം ഞങ്ങൾ ടെൻസ്ഡ് ആവുമെന്ന് പുള്ളിക്കറിയായിരുന്നു. സോ കഥകളായിട്ടൊന്നും പറയാനില്ല, ബട്ട് ഭയങ്കര ജോളി ആയിട്ട് ഞങ്ങളുടെ ഫ്രണ്ടായിട്ട് കൂടെ വന്നു. അങ്ങനെ കഥകളൊന്നും ഫേസ്ബുക്ക് മുഴുവനും പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ മോഹൻലാലിനെ തിരിച്ചു തന്നു എന്ന്. അവർ പറയുന്നത് ലാലേട്ടന് കുറച്ച് നാളായി ചെയ്തുകൊണ്ടിരുന്ന സിനിമകളിലൊക്കെ ഒരു അതിഭാവത്വം കലർന്ന ഒത്തിരി അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇടയ്ക്ക് 1-2 വന്നു എന്നല്ലാതെ പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ എക്സ്പ്രഷനൊക്കെ കുറച്ചുകൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പഴയ ലാലേട്ടനെ ഒന്ന് എങ്ങനെയെങ്കിലും അതേപോലത്തെ രീതിയിലേക്ക് കൊണ്ടുവരാൻ മാനറിസംസ് ഇതുമൊക്കെ ലാലേട്ടനും അത് മനസ്സിലാക്കി ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ ചിരിക്കുന്നത് മലയാളിക്ക് ഇഷ്ടമാണ്, മോഹൻലാൽ കരയുന്നത് മലയാളിക്ക് സഹിക്കില്ല. ഈ ഒരു സെന്റിമെന്റ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ശരിയാണോ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഇതിനകത്തെ ഒരു ഏരിയയിൽ ഞാൻ ആ ഒരു പൾസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ അതിനകത്ത് ഒരു തല്ലുന്ന സീക്വൻസ് നമ്മൾ വർക്ക് ചെയ്ത് തന്നെ ആ സെന്റിമെന്റ്സിൽ കൂടെ കയറിയാണ് ഇതിനകത്ത് ഒരു ഫാമിലിയിലേക്ക് ജനം ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഹീറോന് തല്ലുകൊണ്ടാലും കുഴപ്പമില്ല, പക്ഷെ മോഹൻലാലിന് തല്ലുകൊള്ളരുത് എന്നൊരു ഫീലിംഗ് ആണ് മലയാളി. അല്ല, ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു അത്, പക്ഷെ അതായിരുന്നു ഈ സിനിമയുടെ ഒരു പ്രത്യേകത, അത് തന്നെയായിരുന്നു. പിന്നെ അതേപോലെ മൈ ബോസ് അല്ല ദിലീപ് ജി ആയിട്ട് ആക്ച്വലി ബോംബെയിലായിരുന്നപ്പം ആയിരുന്നു ആക്ച്വലി. കാരണം സോങ് കെട്ടുണ്ട്, ആ സോങ് കെട്ട് എടുക്കാനായിട്ട് ഞങ്ങളെല്ലാം അവിടെ ബോംബെയിൽ ഒരു സ്ട്രീറ്റിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ അതിനകത്ത് ഒരു കപ്പിൾ ഇരുന്നുകൊണ്ട് കിസ് ചെയ്യുന്ന ഒരു സീക്വൻസ് വർക്ക് ചെയ്യാനായിട്ട് ദിലീപ് ജി അവിടെ നിന്നപ്പം ഈ പറഞ്ഞ പോലെ അവരവിടെ നിന്ന് കിസ് ചെയ്യാനായിട്ട് റെഡി ആവുകയാണ്. റെഡിയായി ഇങ്ങനെ നിന്ന് പെട്ടെന്ന് ദിലീപ് ജി എന്നോട് വന്നിട്ട് പറഞ്ഞു, ജിത്തു ആ പയ്യൻ കിസ് ചെയ്യുന്ന അത്ര ശരിയാകുന്നില്ല, ജിത്തു ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു അത് എന്റെ കുടുംബം കലക്കാനുള്ള പരിപാടിയല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടുന്ന് കാണിച്ചു കൊടുത്തു അല്ലേ? ഇല്ല, കാരണം ആ പയ്യനോടൊന്ന് മാറിയാലായിരുന്നു. പുള്ളി കിട്ടിയ അവസരമല്ലേ, 2 ജൂനിയർ ആർട്ടിസ്റ്റ് ആവാൻ വിട്ടില്ല. ക്ലബ് FM സ്റ്റാർ ജാം റൈന എന്റെ കൂടെ ഉണ്ട്. ഞാൻ ഡയറക്ടർ ജീതു ജോസഫ്. 10 കണക്കിന് ഫൺ. Star Jam with RJ Sean. ജീതു ജോസഫ് എന്നുള്ള ഡയറക്ടറിന്റെ ചിത്രങ്ങളിൽ വന്നിട്ടുള്ള ഹീറോസിനെ കുറിച്ചും ഹീറോയിൻസിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കണേ. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. പൃഥ്വിരാജ് എന്ന ആക്ടറിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ഡാഷ് ആണ്, ബ്രോഡ് മൈൻഡ്നെസ്. കാരണം എന്തുണ്ടെങ്കിലും അത് തുറന്ന് പറയും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നല്ലതാണെ അപ്രീഷിയേറ്റ് ചെയ്യും, ഇനി അതല്ല ക്രിട്ടിസൈസ് ചെയ്യേണ്ടതാണെങ്കിൽ ഓപ്പണായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. വളരെ ബ്രോഡാണ് പുള്ളി ഞാൻ നോക്കിയിട്ട്. ആൻഡ് ദിലീപ് എന്ന ആക്ടറിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഡാഷ് ആണ്, ആ ഹ്യൂമർ സെൻസ്. അതായത് നമ്മളൊരു സ്പോട്ടിൽ ഒരു സിറ്റുവേഷനോ അല്ല ഇത് ഒരു ഡയലോഗോ പറഞ്ഞാൽ അതിൽ നിന്ന് അതിന്റെ കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു ആഡ് ചെയ്ത്, അതായത് ആ സ്പോട്ടിലിരുന്ന് പുള്ളി കണക്ട് ചെയ്ത് അതിനെ കുറച്ചുകൂടെ രസകരമായ രീതിയിലേക്ക് അതിനെ ഇംപ്രവൈസ് ചെയ്ത് കൊണ്ടുവരും. ഭയങ്കര ഫാസ്റ്റാ ഒരു സാധനം പറഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടത്. ആ ഇംപ്രവൈസേഷൻ പവർ ഭയങ്കര. ഡാഷ് എന്ന മോഹൻലാലിന്റെ ആ ക്വാളിറ്റി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സിംപ്ലിസിറ്റി. കാരണം ഞങ്ങളവിടെ ഒരു ഷോട്ട് എടുക്കാനായിട്ട് ചെയ്തു. അപ്പോൾ അവിടെ ലാലേട്ടൻ നിലത്തിരുന്നിട്ട് ഒരു ഷോട്ട് എടുത്തിട്ട് പിന്നെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ മുന്നിൽ ലാലേട്ടാ പോയി റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇച്ചിരി ചൂടും ഇതുമൊക്കെ ഉണ്ട്. ഓ വേണ്ട മോനെ, ഞാൻ ഇവിടെ ഇരുന്നോളാം, അയാൾ ഇപ്പം തന്നെ റെഡി ആകുന്നതല്ലേ, കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. പുള്ളി ആ നിലത്തിരുന്ന് ചമ്പറം പിടിഞ്ഞിരുന്ന് അവിടെ നിന്ന് ഞങ്ങളോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. കുഞ്ചാക്കോ ബോബൻ എന്ന ആക്ടറിന് റീബർത്ത് കൊടുത്ത മൂവിയാണ് മമ്മി ആൻഡ് മീ അല്ലെ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയിട്ട് ആണ് ഇൻഡസ്ട്രി കാണുന്നത്. ഓക്കെ. അദ്ദേഹത്തെ കമേഴ്ഷ്യൽ ആക്കുന്ന ഘടകം ഡാഷ് ആണ്. അദ്ദേഹത്തിന്റെ സ്വീറ്റ്നെസ് ആണ്. കാരണം വളരെ സ്വീറ്റ് ആണ് ചാക്കോച്ചനെ കുറിച്ച് എല്ലാവരും പറയുമ്പോൾ പറയും ഹീസ് ഫ്രം എന്താ പറയുക ഒരു അങ്ങനത്തെ ഒരു വലിയ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. ആ ഒരു ഡീസൻസി ആ ബിഹേവിയറിലും എല്ലാം ഉണ്ട്. അതുപോലെ ഭയങ്കര സ്വീറ്റ് ആയിട്ട് വളരെ പെരുമാറുന്നത്. ആ സ്വീറ്റ്നെസ് തന്നെ അയാളുടെ എത്ര കണ്ടാലും മതിയാവൂല, മനസ്സിലായോ? അപ്പൊ അതാണല്ലോ ഒരു കൊമേഴ്സ്യൽ ഇതിന് വേണ്ടത്. കുഞ്ചാക്കോ ബോബൻ എത്ര കണ്ടാലും മതിയാവില്ല, അതാണ് കുഞ്ചാക്കോ ബോബന്റെ USB. യെസ്, അത് ആ സ്വീറ്റ്നെസ് ഉണ്ടല്ലോ ചാക്കോച്ചന്റെ ചിരി, ആ പെരുമാറ്റം, ആ സ്വീറ്റ്നെസ് തന്നെയാണ്. ആൻഡ് ദാറ്റ്സ് ജീതു ജോസഫ്, ഡയറക്ടർ with us on Star Jam 10 കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ് ജീതു ജോസഫിനെ കുറച്ച് സീരിയസ് ക്വസ്റ്റ്യൻസുമായിട്ട്. Okay. Let's see. You're listening to Star Jam on Club FM 94.3. You are under arrest. ദൃശ്യം എന്നുള്ള മൂവിയുടെ ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി, ഗ്രേറ്റ് അറ്റംപ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഫേസ്ബുക്ക് മുഴുവനും റിവ്യൂസ് ആണ്. ഒരാൾ പോലും ആ ചിത്രത്തെ കുറ്റം പറയുന്നില്ല. സത്യത്തിൽ ഒരു ഫിലിമിന് 2 കൈൻഡ് ഓഫ് റിവ്യൂ വേണം. പോസിറ്റീവ് നെഗറ്റീവ്സും വരണം, അത് പോസിറ്റീവ് മാത്രം വരണം. പോസിറ്റീവ് നെഗറ്റീവ്സും വേണം. സോ എന്ത് നെഗറ്റീവ് ആണ് കേട്ടിട്ടുള്ളത്, കണ്ടിട്ടുള്ളത് ദൃശ്യത്തിനെ കുറിച്ച്? ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ ഉണ്ടാവും. കാരണം വെച്ചാൽ ഒരുപക്ഷെ ആരും പറയാത്തതായിരിക്കും. എന്നെ ഇനി നോക്കിയോ ആരെങ്കിലും നേരിട്ട് കാണുമ്പോൾ പറയും ഇത്രയും പോസിറ്റീവ് റിവ്യൂസ് കിടക്കുന്നത് കൊണ്ട്. പിന്നെ ഉണ്ട്, ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ ലാഗ് ഉണ്ട്,
ഡ്രാഗിങ് ആണ്. അതിനകത്ത് എനിക്കൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, പർപ്പസ് ഉണ്ടെങ്കിൽ പോലും അതൊരു നെഗറ്റീവ് റിവ്യൂ തന്നെയല്ലേ അത്. മലയാള സിനിമയിൽ ഇപ്പൊ എല്ലാവരും ഫേസ്ബുക്കിലൂടെ ഏത് സിനിമ ഇറങ്ങിയാലും അതിന്റെ കോപ്പി തപ്പി ഓടിപ്പോകുന്നു. ഈ സിനിമയിലെ നായകൻ തന്നെ സിനിമയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേഷൻ, അദ്ദേഹത്തിന് തന്ത്രങ്ങൾ മെനയുന്നത്. ഓക്കെ. അപ്പോ ജീത്തു ജോസഫിന്റെ ഈ സിനിമ ബട്ട് ഫോർച്ചുനേറ്റ്ലി ഒരു സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. വൈ ഇസ് ഇറ്റ് സോ? ബിക്കോസ് അത് ഞാൻ തന്നെ കഷ്ടപ്പെട്ടിരുന്നുണ്ടാക്കിയതാണ്, മമ്മി ആൻഡ് മീ പോലെ തന്നെ. നാളെ ഇനി ഒരാള് ഇത് ഈ ചിത്രത്തിന്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു വരും. അങ്ങനെ ഈ ഒരു ഭാഗം എനിക്കറിയില്ല, അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. പക്ഷെ ഒരേപോലെ ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന് പലർക്ക് ചിന്തിച്ചു കൂടാ മേലായില്ല, പക്ഷെ അങ്ങനെ വരാൻ സാധ്യതയില്ല. അല്ലാതെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ആസ് ഓഫ് നൗ ദൃശ്യത്തിന് ഒരു 100% അക്സെപ്റ്റൻസ് ഉണ്ട്. നെവർ. നോക്കിക്കോ, നമ്മൾ ഇറങ്ങി നടന്ന് നോക്കിക്കോ, ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും കാണും സിനിമ. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇൻഡസ്ട്രിയിലെ ആൾക്കാർ തന്നെ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ട് ട്വീറ്റ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ആക്ച്വലി എന്ത് വൈബ്രേഷൻ ആണ്? സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. എന്താണ് അത് ഞാൻ പറയാം. അതായത് എന്നോട് ഇൻഡസ്ട്രിയിലുള്ള ഒത്തിരി പേര് വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഇൻഡസ്ട്രിക്ക് ഗുണകരമാണ് ഈ സക്സസ് എന്ന് പറഞ്ഞു. കാരണം തെരുവിളിയില്ല, ന്യൂ ജനറേഷന്റെ അങ്ങനത്തെ ചില ഇതൊന്നുമില്ല. എന്നാൽ പഴയകാലത്തെ രീതിയിലുള്ള നല്ല കുടുംബകഥയുടെ ഒരു സ്ട്രക്ചറിലൂടെ പറഞ്ഞ് ഒരു പുതിയ ന്യൂ ജനറേഷന്റെ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ത്രില്ലിംഗ് ആയ മൊമെന്റിലൂടെ കൊണ്ടുപോയി. വലിയ ഗിമ്മിക്സുകളില്ല, പുതിയ രീതിയിലുള്ള ക്യാമറ ഗിമ്മിക്സുകളില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്. കാരണം ഇങ്ങനത്തെ സിനിമ ഓടും എന്നുള്ളത്. കാരണം പഴയ ആൾക്കാരൊക്കെ പേടിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇനി സിനിമ ചെയ്യാൻ പറ്റില്ലെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് അപ്പം നല്ല കഥ ഉണ്ടാക്കിയാൽ മതി, അതിന് അനുയോജ്യമായ രീതിയിൽ പറഞ്ഞാൽ സിനിമ ഓടും. അതാണ് എല്ലാവരും ഒത്തിരി പേര് പറയല്ലോ. അതുപോലെ തിയേറ്ററിൽ ഇതുപോലെ ക്രൗഡ് കാണുന്നു, സന്തോഷം തോന്നി ഞങ്ങൾക്ക്, ഇൻഡസ്ട്രി വീണ്ടും തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ക്ലബ് FM സ്റ്റാർ ജാം റൈന എന്റെ കൂടെ ഉണ്ട്. ഞാൻ ഡയറക്ടർ ജീത്തു ജോസഫ്. 10 കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. You are under arrest. യു ആർ അണ്ടർ അറസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫേസ്ബുക്കിൽ വരുന്ന ഏറ്റവും വലിയ ഷെയർഡ് പോസ്റ്റ് ആണ്. ഒരുപാട് പത്രമാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു. മമ്മൂട്ടി റിജക്ട് ചെയ്ത പ്രോജക്റ്റ് ആണ് മോഹൻലാൽ അക്സെപ്റ്റ് ചെയ്തത്. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു? മമ്മൂട്ടി റിജക്ട് ചെയ്തിട്ടില്ല. എല്ലാവരും അതിനെ വേറെ രീതിയിൽ കാണുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഈ കഥയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു ഇത് എക്സലന്റ് കഥയാണ്, ഇതാണ്. പക്ഷെ ജിത്തു, എൻ്റെ ഒരു പ്രശ്നം, ഞാൻ ഇതേപോലത്തെ ഈ അച്ഛൻ അങ്ങനത്തെ ഫാമിലിയുടെ ഒരു 3-4 എണ്ണം കമ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇത് ചെയ്യണമെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റും ചെയ്യുന്ന ഒരേ പാറ്റേൺ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യില്ല. അപ്പോൾ ഗ്യാപ്പിട്ട് ചെയ്തു വരുമ്പോൾ 1.5-2 വർഷം കഴിഞ്ഞ് എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ജിത്തു അതുവരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ജിത്തു ആരെങ്കിലും വെച്ച് ചെയ്തോ. ബട്ട് ഇതൊരു ഉഗ്രം കഥയാണെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ലാലേട്ടനുമായിട്ട് സംസാരിച്ച് പ്രൊജക്റ്റ് നീങ്ങി. ഇത് കഴിഞ്ഞ് ഞാൻ മീനയായിട്ട് സംസാരിക്കാനായിട്ട് അവരുടെ മമ്മൂക്കയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അതിന്റെ സെറ്റിൽ ചെന്നപ്പോൾ മമ്മൂക്ക എന്നെ കണ്ടു. ഞാൻ മീനയായിട്ട് ഞാൻ മീനയോട് പറയാം, നല്ലതാണ്. മമ്മൂക്ക മീനയായിട്ടും സംസാരിച്ചു, യു ഷുഡ് ഡു ഇറ്റ്. അതുപോലെ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ മനസ്സിലാക്കാതെ എന്നോട് ചോദിച്ചു അതിനകത്ത് പോലീസുകാരനെ ആരാ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ഇങ്ങനെ ഷാജോനാണ്, കൊള്ളാം, അവൻ ചെയ്താൽ നന്നാവും. ഇതിന്റെ കാസ്റ്റിങ്ങിന് വേണ്ടി അദ്ദേഹം എന്നെ ക്യാരവനിൽ പിടിച്ചിരുത്തി അദ്ദേഹം എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് വർത്താനം പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ആരുടെ സിനിമ ആര് ചെയ്യുന്നു എന്നുള്ളതല്ല അദ്ദേഹം നോക്കിയത്, ഈ കഥ ഇതൊരു നല്ല സിനിമയായി വരണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അതിനുശേഷമാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ റേജ് വന്നത്. മമ്മൂട്ടി റിജക്റ്റഡ്, മോഹൻലാൽ അക്സെപ്റ്റഡ്. ദൃശ്യം മമ്മൂട്ടി കാണാതെ. ആക്ച്വലി ഇങ്ങനെ ഞാൻ ആരോടും പറഞ്ഞില്ല. ഇത് എങ്ങനെയൊക്കെയോ മമ്മൂക്ക ഈ കഥ കേട്ടു, മമ്മൂക്ക റിജക്ട് ചെയ്തതാണ്, അങ്ങനെയെന്നൊക്കെ ഒരു ഫീലിംഗ് വന്നു. അപ്പം ഞാൻ എന്നോട് വിളിച്ച് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് സംഭവം. മമ്മൂട്ടി കാണാതെ പോയ ദൃശ്യം മോഹൻലാൽ കണ്ടതല്ല. അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. മമ്മൂക്ക എന്നോട് പറഞ്ഞത് 100% ഇതൊരു നല്ല സിനിമയാണെന്ന് അന്നേരം സ്പോട്ടിൽ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു. വിഷ്വൽസ് ക്യാൻ ബി ഡിസീവിംഗ്. ഇങ്ങനെയുള്ള ഒരു ഇമേജ് പെർസെപ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകളെ കുറിച്ചിട്ട് ആസ് എ ഡയറക്ടർ എന്താ പറയാനുള്ളത്? വളരെ വേദനയുണ്ട്. കാരണം ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന മീഡിയയൊക്കെ ഭയങ്കരമായിട്ടും ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്ന ഇതിൽ വേദനയുണ്ട്. കാരണം ഇപ്പം ദൃശ്യത്തിന്റെ കഥ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിനകത്ത് കുറെ പേരെടുത്ത് പോസ്റ്റ് ചെയ്തു. അതുകൊണ്ട് സിനിമയ്ക്ക് എന്ത് ഗുണം കിട്ടുന്ന ഒരു സിനിമയെ നശിപ്പിച്ചതുകൊണ്ട് അതിനെതിരെ മമ്മൂക്ക പ്രതികരിക്കുകയും ചെയ്തു. മമ്മൂക്ക എഴുതിയിരുന്നു, അപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് ചെയ്യരുത്, ഇത് ഒത്തിരി ആൾക്കാരുടെ ഇനി ഒത്തിരി സിനിമ മാത്രമല്ല, ഒരിക്കലും ഇങ്ങനെയുള്ള മീഡിയയിലൂടെ ഇങ്ങനെയുള്ള കുപ്രചരണങ്ങളും അപവാദങ്ങളും പ്രചരിപ്പിക്കരുത്. അത് കേൾക്കുമ്പോൾ ഭയങ്കര വേദനയുണ്ട്, കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. താങ്ക് യു വെരി മച്ച്. സോ ദാറ്റ്സ് ജീതു ജോസഫ് ഓൺ യു ആർ അണ്ടർ അറസ്റ്റ്. 10 കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Sean.
2013 അവസാനം വരെ സൈലന്റ് ആയിരുന്നു, അവസാനം ബോംബിട്ടിട്ട് ഈ 2013 ക്ലൈമാക്സ് പറയുന്ന ഒരു ഡയറക്ഷന്റെ കൂടെ ഉണ്ട്. ആൾക്കാർ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ള കഥകൾ വേണം എന്ന് പറയുന്നു. ജീതു ജോസഫ്, ഫൈനലി സ്റ്റാർ ജാമിൽ വാട്ട്സ് യുവർ കമന്റ്? ദൃശ്യം എന്ന് പറയുന്ന സിനിമ അങ്ങനെ ഒത്തിരി ചിന്തകൾക്ക് വഴിയൊരുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ കൃതാർത്ഥനാണ്. എവരി ഫിലിം മേക്കർ, എല്ലാ ഫിലിം മേക്കറും ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മോഹൻലാലിന്റെ ഒരു കമന്റ് പ്ലേ ചെയ്യാൻ പോവാണ്. ഓക്കെ. ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിലാക്കും. ദൃശ്യം സത്യമാണോ? ഇൻഡസ്ട്രിയിൽ ഒരു ആക്ടർ ആയാലും ഒരു ഡയറക്ടർ ആയാലും ഭയവും ടെൻഷനും ഒരാളെ അപകടത്തിലാക്കും. ഡെഫിനറ്റ്ലി, തീർച്ചയായും. നമ്മൾ ഭയക്കുന്നു, നമ്മൾ ടെൻഷൻ ആകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ അവസ്ഥയിലല്ലെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തകളുടെ രീതി മാറും, നമ്മൾ പാനിക്കാകും, നമ്മൾ ചെയ്യുന്നതെല്ലാം അബദ്ധങ്ങളിലേക്ക് നീങ്ങും. ഉദാഹരണത്തിന് എന്റെ തന്നെ എടുക്കുക, ദൃശ്യം ഇതുപോലെ ഹിറ്റായി. ഞാൻ പറഞ്ഞു കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു എനിക്ക് ടെൻഷനായി തുടങ്ങിയെന്ന്. ഈ ടെൻഷൻ ഞാൻ കൺട്രോൾ ചെയ്ത് അടുത്ത ഫിലിം വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരു നോർമൽ സ്റ്റേജിലേക്ക് വന്നില്ലെങ്കിൽ നല്ലതൊരെണ്ണം വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഈ ടെൻഷനിൽ ഇരുന്നുകൊണ്ട് ഞാൻ എഴുതിയാൽ ഒരിക്കലും എനിക്കൊരു നല്ലത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ അത് അപകടത്തിലാക്കും, ഒരു സംശയം വേണ്ട. ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ദൃശ്യം എന്നുള്ള സിനിമ കണ്ടതിന് ശേഷം സാധാരണക്കാരനും ക്രൈം ചെയ്യാം, അവനും പോലീസിനെ പറ്റിക്കാം, ക്രൈം കണ്ടുപിടിക്കുന്നവനെ ഒളിപ്പിക്കാം, അവനും പോലീസിന്റെ മേലെ ജയിക്കാം. ഇങ്ങനൊരു മെസ്സേജ് അൺനോയിങ്ലി ഒരു അണ്ടർ കറന്റിലൂടെ പാസ് ചെയ്യുന്നില്ലേ? അങ്ങനെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ ഞാൻ ചെയ്തത് വേറൊരു സിനിമയാണ്. അത് കണ്ട് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും, ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. ഇത് കണ്ട് ഇറങ്ങിയാൽ അവനകത്ത് പോകും, അത്രേ ഉള്ളൂ. കാരണം ഡിക്റ്റേറ്റീവ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു കില്ലിംഗ് മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. അത് പ്രകാരം മുറിക്കകത്ത് കിടക്കുന്നതിന് സുഖമായിട്ട് തട്ടിക്കളയാലോ, പുറത്ത് നിന്നുകൊണ്ട് അകത്തേക്ക് പോലും കയറണ്ട. പക്ഷെ അത് പ്രാക്ടിക്കലി എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. വെറുതെ ഇതിനൊക്കെ പോയിട്ട് വെറുതെ അകത്ത് പോയി കിടക്കുന്നതിന്. വെൽ, ഫൈനലി ജീതു ജോസഫ്, ടെൽ മീ, ജീതു ജോസഫിന്റെ ദൃശ്യ ഭാഷ എന്താണ്? റിയലിസ്റ്റിക് അപ്രോച്ച്. എന്ത് പറയുന്നു അത് കഴിയുന്നതും നാച്ചുറൽ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കുക. താങ്ക് യു വെരി മച്ച്. സോ ഫൈനലി, ഹൗ വാസ് സ്റ്റാർ ജാം? എക്സലന്റ്. ചുറ്റിച്ചു, പറ്റിച്ചു. ബട്ട് എനിവേസ്, യു ആർ ദ മാൻ ഓഫ് 2013. താങ്ക് യു സോ മച്ച്. എനിക്ക് ക്ലബ് എഫ് എമ്മിനോടാണ് നന്ദി പറയേണ്ടത്. ഈ സിനിമയെക്കുറിച്ച് ഇത്ര സംസാരിക്കാനും ക്ലബ് എഫ് എമ്മിനോട് ഞാൻ വളരെ നന്ദി പറയുന്നു. ടൺ കണക്കിന് ഫൺ.